സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. സെക്കൻഡ് ടേമിൽ തുടങ്ങുന്ന പാഠഭാഗമാണിത്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് വരയ്ക്കാം വായിക്കാം. There is a layout. ഇവിടെ ഒരു ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കേ കൂട്ടുകാരെ. എ ലേഔട്ട്. വാട്ട് ഈസ് ഇറ്റ്? Aji has come to participate in the Kerala School Arts Festival being held in Thrissur district. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി. ഹിസ് ഫാമിലി ഈസ് ഓൾസോ വിത്ത് ഹിം. അജിയുടെ കുടുംബവും അവനോടൊപ്പം ഉണ്ട്. ഗിവൺ ബിലോ ഈസ് ദ ലേഔട്ട് ഓഫ് ദ വെന്യൂ വിത്ത് ദം. അവരുടെ പക്കലുള്ള ലേഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ അജിക്ക് അത് നടക്കുന്ന സ്ഥലം പരിചയമില്ല. അപ്പോൾ അതിന് അവൻ്റെ പക്കലുള്ളത് ലേഔട്ട് മാത്രമാണ്. ആ ലേഔട്ട് ഉപയോഗിച്ച് അവൻ എങ്ങനെ അവിടെ എത്തും, അവനത് പ്രയോജനപ്പെടുമോ ആ ലേഔട്ട് എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലേഔട്ട് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടേ കൂട്ടുകാരെ. നോക്കൂ, തൃശ്ശൂർ, സ്വരാജ് റൗണ്ട്, MG റോഡ്, പാലക്കാട് റോഡ്. അവിടെ ചില ചിഹ്നങ്ങൾ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ ചിഹ്നം A, ബസ് B, C, D, E. ഇത്രയും അക്ഷരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. താഴെ A റെയിൽവേ സ്റ്റേഷനാണെന്നും B ബസ് സ്റ്റാൻഡ്, C പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്, D ഡൈനിങ് ഹാൾ അതായത് ഭക്ഷണശാല, E ഗവൺമെൻറ് HSS തൃശ്ശൂർ. ഗവൺമെൻറ് HSS തൃശ്ശൂരിലാണ് ഈ സ്കൂൾ കലോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലേഔട്ടാണ് അജിയുടെ പക്കൽ ഉള്ളത്. ഈ ലേഔട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ. ഹാവിംഗ് ട്രാവൽഡ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, അജി ആൻഡ് ഹിസ് ഫാമിലി ഹാവ് നൗ കം നിയർ ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് വിച്ച് ഈസ് ക്ലോസ് ടു ദ സ്വരാജ് റൗണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണിപ്പോൾ അജിയും കുടുംബവും ഉള്ളത്. ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ റൗണ്ടിനടുത്ത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസാണ് C. അവിടെ ആരെത്തി? അജിയും കുടുംബവും എത്തി. അജീസ് പ്രോഗ്രാം ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് അറ്റ് ഗവൺമെൻറ് HSS തൃശ്ശൂർ. അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് HSSലാണ്. അതായത് ആ ലേഔട്ടിൽ കൊടുത്തിരിക്കുന്ന E എന്ന പോയിന്റിൽ ആരെത്തണം? അജിയും കുടുംബവും എത്തണം. There is some questions. In which direction should Aji go to reach the venue quickly from the program committee office? പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പം എത്താൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ സഞ്ചരിച്ചാൽ എളുപ്പം എത്താൻ കഴിയും? അപ്പോൾ ലേഔട്ട് നോക്കിയാൽ നമുക്കിവിടെ ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക കൂട്ടുകാരെ. ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ നോർത്ത്, അപ്പോൾ നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്. ദെൻ ലെഫ്റ്റ് സൈഡ് ഈസ് വെസ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഈസ് ഈസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ തലഭാഗം വടക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് തെക്ക് വരും. ആളുടെ ഇടത് സൈഡ് പടിഞ്ഞാറും വലത് സൈഡ് കിഴക്കുമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സഞ്ചരിച്ചാലാണ് അജിയും കുടുംബവും വേഗം ഈ തൃശ്ശൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഫസ്റ്റ്ലി ദേ ഗോ ടു നോർത്തേൺ സൈഡ് അല്ലേ? നോർത്ത് സൈഡിലേക്ക് പോയിട്ട് ദെൻ ഈസ്റ്റേൺ സൈഡ്, വടക്ക് ദിശയിലേക്ക് പോയിട്ട് പിന്നെ എവിടേക്ക് തിരിയണം? ഈസ്റ്റ് ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അജി എവിടെ എത്തും? തൃശ്ശൂർ ഗവൺമെൻറ് HSSൽ എത്തും.
നോർത്തിലേക്ക്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേരെ നോർത്തിലേക്ക് പോകുക, അവിടെ നിന്നും ഈസ്റ്റിലേക്ക് കിഴക്കോട്ട് സഞ്ചരിച്ചാൽ സ്കൂളിൽ എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ യു ഫൈൻഡ് വെയർ ദ ഡൈനിങ് ഹാൾ ഈസ് ബൈ ചെക്കിംഗ് ദ ലേ ഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കണ്ടെത്താൻ സാധിക്കും ഇല്ലേ? ഇതാണ് ഡൈനിങ് ഹാൾ. The third question is in which direction should one travel from Government HSS Thrissur to reach the dining hall? തൃശ്ശൂർ ഗവൺമെൻറ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്? ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഗവൺമെൻറ് HSSലേക്ക് പോകുവാൻ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്? തൃശ്ശൂർ ഗവൺമെൻറ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകുവാൻ എവിടേക്ക് സഞ്ചരിക്കണം? ടു ഈസ്റ്റേൺ വെസ്റ്റേൺ സൈഡ് അല്ലേ? പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ എവിടെ എത്താൻ സാധിക്കൂ? ഡൈനിങ് ഹാളിൽ എത്താൻ സാധിക്കൂ.